ഹലോ. അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. 1-ാം തീയതി ആണല്ലോ. പിന്നെ ഞങ്ങളുടെ തറവാടിൻ്റെ അവിടെ ദേശവിളക്കാണ്. ദേശവിളക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുല്ലപ്പൂ വാങ്ങാൻ പോകണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കാം. നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്നത് വടക്കുന്നാലായിരുന്നു കേട്ടോ. വടക്കുന്നാലിൽ അങ്ങനെ ഫോൺ അലൗഡല്ല, നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാക്സിമം പുറത്തിറങ്ങിയിട്ട് ഉള്ളിൽ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ വടക്കുന്നാലിൽ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഫുള്ള് നടന്ന് തൊഴുത് വരുമ്പോഴേക്കും നമ്മുടെ ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും. എനിക്കത് ഒരു വടക്കുന്നാൽ വേറൊരു വൈബാണ്. അതുപോലെ തന്നെ നമ്മുടെ പാറമേക്കാവിലും അതെ, പാറമേക്കാവിൽ തൊഴുതു. പാറമേക്കാവിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ വടക്കുന്നാലിന്. അതൊക്കെ ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അങ്ങനെ എല്ലായിടത്തും തൊഴുത് മനസ്സൊക്കെ നിറഞ്ഞതാ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇതാ പൂവൊക്കെ മേടിച്ചു കേട്ടോ. എന്താ വില പൂവിനൊക്കെ, നല്ല വിലയാണ്. ഇപ്പോൾ പ്രസാദം പോയാണ്. അപ്പോൾ നമ്മളിതാ ഇനി വൈകിട്ടാണ് ഒരുങ്ങാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ദേശവിളക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും ഒരേ കളർ ബ്ലൗസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് പോവുക. നമ്മളതിന് പോകണം. അത് കഴിഞ്ഞ് നമ്മളെ ദേശവിളക്കൊക്കെ കഴിഞ്ഞ് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പം ഞാൻ അതിലെല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ദേശവിളക്കും, ചിലയിടത്തൊന്നും ദേശവിളക്ക് എന്താണെന്ന് ചിലവരൊന്നും, ഞാൻ ഇന്നലെ സ്നേഹിച്ചിനെ വിളിച്ചപ്പോൾ ദേശവിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ചിലർക്കൊന്നും അറിയണ്ടാവില്ല. ഞാനത് കാണിച്ചു തരാം വീഡിയോയിൽ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കേട്ടോ. ഓക്കെ, ഈ ഫുഡൊക്കെ കഴിക്കണം. അതാ ദേശവിളക്കിന് പോകാൻ നിൽക്കുകയാണ്. എൻ്റെ ഓടനോട് ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. സാന്ദ്ര ഇവള് മറ്റേ KSRTC അന്നൊരു സംഭവം ഉണ്ടായ പോലെ ഇല്ല ഇവിടെ അവസ്ഥ. ഇതാണ് കേട്ടോ എൻ്റെ ഫുള്ള്. ഇതാ ബാക്ക് കാണിക്കാനായിട്ടൊരു വിധമില്ല. നമ്മളെ മാക്സിമം ബാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ എങ്ങനെയുണ്ട്? സുന്ദരിയുണ്ട്? ഞാൻ സുന്ദരിയുണ്ട് പറ. അതേ ഫുള്ള് ശരിയായിക്കൊണ്ടിരിക്കാൻ മുടി. ശരിക്കും തരാട്ടാ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതാ പോവാണ്. എടുത്ത് കളഞ്ഞു അമ്മ മൊത്തം പോവല്ലേ എന്നൊക്കെ പറയാം. വാടാ വാ. നമ്മുടെ ഋതുക്കുട്ടൻ നമ്മുടെ കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഋതുക്കുട്ടൻ ഹായ് പറ. അങ്ങോട്ട് പോവാൻ. അപ്പൊ ഗൈസ് നമ്മള് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടില്ല അമ്മ പറഞ്ഞില്ലേ. എക്സ്ക്യൂസ് മീ, അമ്പലത്തേക്ക് വരട്ടെ. ഋതുക്കുട്ടൻ ഇങ്ങോട്ട് വാ. അപ്പൊ നമ്മള് അവിടെ പോയിട്ട് കാണിച്ചു തരാം അല്ലേ. ഋതുക്കുട്ടനെ കണ്ട ക്യാമറയില്? തമിഴ് പറയണ ഷൂട്ടി. ത്തിന്റെ പൂവൊക്കെ ഇതാണ് കേട്ടോ. ഇങ്ങനെ താലത്തിൽ പൂ വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ തട്ടില് ഇത് വെക്കില്ല, ചെരാതൊക്കെ കത്തിച്ചിട്ട്. കുട്ടി വരുന്നുണ്ട്. കുട്ടി പോകുന്നില്ല. ഈ ചെക്കൻ നോക്കി ഇവിടെ കിടന്ന് ഓടണ കാരണം എന്റെ അമ്മയ്ക്ക് ടെൻഷൻ. പോടാ, ഇത് കിടന്ന് ഓട നോക്കൂ. സമാധാനല്ലേ ഇത് നോക്കോ. സാരി നല്ല സുന്ദരി ഉണ്ടല്ലോ അമ്മ. ശാരദ നല്ല സുന്ദരി ഉണ്ടല്ലോ. ആരും ഇല്ലെങ്കിലും അയ്യോ നേരത്തെ പറഞ്ഞിട്ടല്ലോ. അത് ഇനി വേണ്ട. ഇങ്ങനെയാണല്ലോ താലം. ഇതിലെന്തൊക്കെയാ അമ്മ? അരി ഇടും. ചെരാത് അരി. ഹലോ ശരി കട്ടാക്കി. ചെരാത് പറ പിടിക്കോന്നൊക്കെ. ചെരാത് അരി പറ ചെരാത് അരി നെല്ല്. ഓക്കെ, എന്തൊക്കെയോ ഈ പോലെ ശരി വൈ ഗൈസ്. ചേച്ചിനെ വിളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. എന്റെ ദൂനെ ജയിലിലിട്ടേക്കാണ്. ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. ഞാൻ മോചിപ്പിക്കണ ചേച്ചി. പോട്ടെ. ലവ് യു ഉമ്മ. ഉമ്മതാ താടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരും ഒരേപോലത്തെ ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് വരെ. കളർ സെയിം കളർ ബ്ലൗസൊക്കെ ആയിരുന്നു. എല്ലാവരും സുന്ദരിയായിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു വലിയ പണി കിട്ടിയിട്ടോ. ഈ ചെരാതിൻ്റെ അവിടെ ഇങ്ങനെ ചാണകം വെച്ചിട്ടാണ് അത് ചെരാത് വെക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതെന്നോട് പറയും ഇതൊക്കെ ഇവിടുത്തെ വീഡിയോ കാണിക്കില്ല, നീ എന്നെ കളിയാക്കണമെന്നൊക്കെ വീഡിയോ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശാരദ ഫുൾ പണിയിലാണ്. അച്ഛമ്മള് ഭയങ്കര ബിസിയാണ് കേട്ടോ. അച്ഛൻ വിളിച്ചിരിക്കോ മതി. ഓ കൂടുതലായി. എന്താണ് ഇതെന്റെ ഇവിടുത്തെ സുജ നൃത്തകലാ നിലയത്തിന്റെ ഡാൻസ് ടീച്ചർ. ചിരിച്ചേ. ഓ എടുക്കാം. നമ്മളിവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ അയ്യപ്പനെയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ അമ്പലം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ കാരണം വെച്ചാൽ ഇനി നമുക്ക് ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അമ്മ അച്ഛമങ്ങൾ നോക്കൂ. അച്ഛമങ്ങൾ നോക്കൂ. ചിരിക്കും. ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കൂ. ചിരിക്കും. അമ്മ ഇരിക്കുന്നു. ഓക്കെ മതി മതി. പോക്കോളൂ. എടുത്തിട്ട് ഫോട്ടോ.
നമ്മളിവിടെ നിന്ന് നടന്ന് പോകാൻ കേട്ടോ. അമ്പലത്തേക്ക് നമ്മൾ നടന്നിട്ട് ഇവിടെ നിന്നൊന്നും വിളക്ക് കത്തിക്കില്ല, നമ്മൾ അവിടെ പോയിട്ടേ കത്തിക്കുള്ളൂ അതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് ഫോണിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവരോട് പറയുന്നുണ്ട് ഫോട്ടോ അല്ല അത് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്കത് മനസ്സിലാവണില്ല ഗൈസ്. ഇവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഉപദേശിക്കുന്ന അച്ഛമ്മങ്ങളും എൻ്റെ അമ്മയും ഉപദേശിക്കുന്ന നിൽക്കണം. അങ്ങനെ എൻജോയ് ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ ചേച്ചിയിൽ മൊബൈലൊക്കെ കൊടുത്തു, നീ വീഡിയോസൊക്കെ എടുത്താൽ ഞാൻ അങ്ങനെ അച്ഛനൊക്കെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഗംഭീരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാവരും കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്, മണ്ണുത്തുറക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ എല്ലാവരും വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്നെ കാണിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കാണിച്ചു. ഒന്ന് ലാസ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നു, ഇവിടെ എന്താ ചെയ്യേണ്ടത്. ഞാനിവിടെ അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് തള്ളി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. ദേശവിളക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. എല്ലാവരും പോയി കണ്ടോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.